ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هداية نحن عبادك يا إلهنا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. LMLPS ചേനാങ്കോട് സ്കൂളിലെ 3ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? എല്ലാവരും ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്താണ് കാരണം? എന്താണ്? സ്കൂള് തുറക്കാൻ പോകുന്നു. ആ വാർത്ത കേട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. എല്ലാവർക്കും ഇഷ്ടമാണോ സ്കൂളിൽ വരാൻ? സ്കൂളിൽ വന്നാൽ നമുക്ക് കളിക്കാം, കൂട്ടുകാരടുത്ത് ഓടാം, ചാടാം, കളിക്കാം, പഠിക്കാം, എല്ലാം ചെയ്യാം അല്ലേ? എല്ലാവർക്കും അത് ഇഷ്ടമാണല്ലേ? എങ്കിൽ നമുക്ക് ഇന്ന് പുതിയ ക്ലാസ് പഠിച്ചാലോ? എല്ലാ കൂട്ടുകാരും റെഡിയാണോ? എങ്കിൽ ഞാനും ഇതാ റെഡി. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജലസ്രോതസ്സുകളെ സംബന്ധിച്ചാണ്. ഒരു നദിയിൽ നിന്നും ഒരു മാൻപേട, ഒരു ഗസാല് വന്ന് വെള്ളം കുടിച്ചു. അപ്പോൾ ആ മാൻപേടയും നദിയും തമ്മിലുള്ള വളരെ മനോഹരമായ സംഭാഷണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. കൂട്ടുകാർക്ക് ആ സംഭാഷണം മനസ്സിലായോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 48ാമത്തെ പേജാണ്. എല്ലാ കൂട്ടുകാരും 48ാമത്തെ പേജ് എടുക്കൂ. കൂട്ടുകാര് ചിത്രം നോക്കൂ. നർസുമു നമുക്ക് വരയ്ക്കാം, വനുസാഇദുൽ ഗസാൽ നമുക്ക് ഗസാലിനെ നമുക്ക് സഹായിക്കാം. ഗസാലിനെ നമുക്ക് സഹായിക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? കൂട്ടുകാര് ശ്രദ്ധിക്കൂ. ദാത്ത യൗമിൻ അതിഷ ഗസാൽ, ഒരു ദിവസം ഒരു ഗസാൽ, ഒരു മാൻപേട കുഞ്ഞ് ദാഹിച്ചു. ഫദഹബ ഇല നഹരി ലിശുർബിൽ മാഇ, വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ആ നദിക്കരയിലേക്ക് പോയി. വശരിബൽ മാ, വെള്ളമൊക്കെ കുടിച്ചു. ഹത്താ റവിയ, വെള്ളം മതിയാവോളം ആ മാൻപേട കുഞ്ഞു കുടിച്ചു. പിന്നെ അത് തന്റെ അമ്മയെ തേടി പുറപ്പെട്ടു. അമ്മയെ തേടി പുറപ്പെടുന്ന ആ മാൻപേട കുഞ്ഞിനെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. നോക്കൂ കൂട്ടുകാരെ, ഇതാരാണ്? ഇതാണ് മാൻപേട കുഞ്ഞ്. ഇത് അതിന്റെ അമ്മയാണല്ലേ? ഈ മാൻപേട കുഞ്ഞിനെ ഈ നദിയിൽ നിന്നും വെള്ളം കുടിച്ച് നമുക്ക് അമ്മയുടെ അടുക്കൽ എത്തിക്കണം. എങ്ങനെയാണ്? ഇതിൽ ഏറ്റവും അനുയോജ്യമായ വഴികൾ ഏതാണ്? ഈ 4 ജലസ്രോതസ്സുകളെയും ടച്ച് ചെയ്തുകൊണ്ടായിരിക്കണം അമ്മയുടെ അടുക്കൽ എത്തിക്കേണ്ടത്. നോക്കൂ. കാനൽ ഗസാലു യർജിഉ ഇലാ ഉമ്മിഹി ഫളല്ല ത്വരീഖ് നുലാഹിലു സുവറ വനുസാഇദുൽ ഗസാൽ. ഒരു ദിവസം ഗസാല് നദിയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് അമ്മയുടെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. നമുക്ക് മാൻപേട കുഞ്ഞിനെ വരച്ച് യോജിപ്പിച്ച് സഹായിക്കാം, അമ്മയുടെ അടുക്കൽ എത്തിക്കാം. കൂട്ടുകാർ നോക്കൂ. കൂട്ടുകാർ ഈ അനുയോജ്യമായ വഴികൾ കണ്ടെത്തുക. അതിനുശേഷം ഈ ജലസ്രോതസ്സുകളുടെ പേരുകൾ കൂടി എഴുതുക. കൂട്ടുകാർ നോക്കൂ, ഇതെന്താണ്? കിണറാണല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായി കാണുന്നതാണ് കിണർ. വളരെ പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സാണ്. ഈ കിണറിന് അറബിയിൽ പറയുന്ന പേരാണ് എന്ത്? ബിഇറുൻ. എല്ലാ കൂട്ടുകാരും പറയൂ, ബിഇറുൻ. അടുത്ത ചിത്രം നോക്കൂ. ഇതെന്താണ്? ഇതൊരു നദിയാണല്ലേ? നദിയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു. നദിക്ക് എന്താണ് നമ്മൾ പഠിച്ചത്? നെഹ്റുൻ. എന്താണ്? നെഹ്റുൻ. അടുത്ത ചിത്രം നോക്കൂ. ഇതെന്താണ് കൂട്ടുകാരെ? ഇതൊരു കുളമാണ്. ബിർക്കത്തുൻ. കുളത്തിന് അറബിയിൽ പറയുന്ന പേരെന്താണ്? ബിർക്കത്തുൻ, കുളം. കുളം നമ്മുടെ നാടുകളിൽ വളരെ സുലഭമായി കാണുന്ന ഒരു ജലസ്രോതസ്സാണ്. കൂട്ടുകാർ കുളത്തിൽ പോയി കുളിച്ചിട്ടുണ്ടോ? ഇനി അടുത്ത ചിത്രം നോക്കൂ. ഇതെന്താണ്? ഇതൊരു കടലാണല്ലേ? ബഹർ ആണല്ലേ? ബഹർ. കടലിന് അറബിയിൽ പറയുന്ന പേരെന്താണ്? ബഹർ. കൂട്ടുകാർ ഇതുപോലുള്ള ജലസ്രോതസ്സുകളുടെ പേരുകൾ കണ്ടെത്തി നോട്ട് ബുക്കിൽ എഴുതുക. നക്തശിഫു മവാരിദൽ മിയാഹില്ലതി മർറ ബിഹാ അൽ ഗസാൽ. നക്തശിഫു നമുക്ക് കണ്ടെത്താം. എന്ത്? മവാരിദൽ മിയാഹ്,
ജലസ്രോതസ്സുകൾ കണ്ടെത്താം. അല്ലത്തി മർറ ബിഹാ അൽ ഗസാൽ, ഗസാല് നടന്നുപോയ ജലസ്രോതസ്സുകൾ ഏതെന്ന് നമുക്ക് കണ്ടെത്തി എഴുതാം. അപ്പോൾ കൂട്ടുകാർ കണ്ടെത്തി ഇവിടെ എഴുതുക. എന്തൊക്കെ എഴുതണം? ബിർ എഴുതണം, അതുപോലെ നഹർ എഴുതണം, ബിർക്ക എഴുതണം, ബഹർ എഴുതണം. എല്ലാം കൂട്ടുകാർ എഴുതുക. അതുപോലുള്ള ജലസ്രോതസ്സുകളുടെ പേരുകൾ കണ്ടെത്തിയും കൂട്ടുകാർക്ക് എഴുതാം. എല്ലാ കൂട്ടുകാരും 49-ാമത്തെ പേജ് എടുക്കൂ. സിൽ ബൈന സുവരി വല്ലാഇഹാത്ത്. സിൽ വരച്ച് യോജിപ്പിക്കുക, ബൈന സുവരി ചിത്രവും, വല്ലാഇഹാത്ത് അതിന്റെ അടിക്കുറിപ്പും. ചിത്രവും അതിന്റെ അനുയോജ്യമായ സെന്റൻസുകളിലേക്ക് നിങ്ങൾ വരച്ച് യോജിപ്പിക്കുക. കൂട്ടുകാർ നോക്കൂ, 3 ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളതല്ലേ. ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. നോക്കൂ, ഇവിടെ എഴുതിയിരിക്കുന്ന സെന്റൻസ് നോക്കൂ. ലാ തഗ്സിലിൽ മറാക്കിബ, ലാ തഗ്സിലിൽ മറാക്കിബ ബിമാഇ ശുർബ്. ലാ തഗ്സിലിൽ മറാക്കിബ, മറാക്കിബ് വാഹനങ്ങൾ, വാഹനങ്ങൾ നിങ്ങൾ കഴുകരുത്. എന്തുകൊണ്ട്? ബിമാഇ ശുർബി കുടിവെള്ളം കൊണ്ട്. കുടിവെള്ളം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകൾ കണ്ടിട്ടില്ലേ? അപ്പൊ കുടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? വാഹനം കഴുകരുത്. നോക്കൂ, ഇവിടെ കുട്ടി എന്ത് ചെയ്യുന്നു? ആ വാഹനം കഴുകുന്നു. എന്തുകൊണ്ട്? ആ കുടിവെള്ളം കൊണ്ട്. വെള്ളമാണെങ്കിലോ ഇങ്ങനെ വേസ്റ്റായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. കൂട്ടുകാർ അടുത്ത സെന്റൻസ് നോക്കൂ. 2ാമത്തെ സെന്റൻസ് നോക്കൂ. അൽ മാഉ നഫീസുൻ അഗ്ലിഖിസ് സുൻബൂർ. അൽ മാഉ നഫീസുൻ. അൽ മാഉ വെള്ളം എന്താണ്? നഫീസുൻ അത് വിലപ്പെട്ടതാണ്, അമൂല്യമാണ്. വെള്ളം അമൂല്യമാണ്. അഗ്ലിഖിസ് സുൻബൂർ പൈപ്പടയ്ക്കൂ. വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുത്. എന്ത് ചെയ്യുക? അഗ്ലിഖിസ് സുൻബൂർ പൈപ്പ് അടയ്ക്കുക. കൂട്ടുകാർ നോക്കൂ, ഇവിടെ കുട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. വെള്ളം തുറന്നിട്ട് ഇങ്ങനെ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാക്കുക, അൽ മാഉ നഫീസുൻ വെള്ളം അമൂല്യമാണ്, അഗ്ലിഖിസ് സുൻബൂർ പൈപ്പ് അടയ്ക്കുക. അടുത്ത സെന്റൻസ് നോക്കൂ. ലാ തഗ്സിലിസ് സുഹൂൻ, ലാ തഗ്സിലിസ് സുഹൂൻ അൽ മാഉ ലിശ്ശുർബി ഫഖത്ത്. ലാ തഗ്സിലിസ് സുഹൂൻ നിങ്ങൾ പാത്രങ്ങൾ കഴുകരുത്. എന്തുകൊണ്ട്? അൽ മാഉ ലിശ്ശുർബി ഫഖത്ത്. അൽ മാഉ ലിശ്ശുർബി വെള്ളം കുടിക്കുന്നതിന് വേണ്ടി, ഫഖത്ത് മാത്രം. വെള്ളം കുടിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്, പാത്രം കഴുകരുത്. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. കുട്ടി എന്ത് ചെയ്യുന്നു? ആ വെള്ളം കൊണ്ട് പാത്രങ്ങൾ കൂടി കഴുകുന്നു. അപ്പോൾ വെള്ളത്തിന്റെ പ്രാധാന്യം കൂട്ടുകാർക്ക് മനസ്സിലായോ? നാം നമ്മുടെ വീടുകളിൽ ഒരുപാട് വെള്ളം പാഴാക്കി കളയുന്നു അല്ലേ? അങ്ങനെ വെള്ളം പാഴാക്കി കളയാൻ പാടില്ല. വെള്ളം ദൈവം തരുന്ന അമൂല്യമായ ഒരു കാര്യമാണ്. എത്രയോ നാടുകളിൽ വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. കിലോമീറ്ററുകളോളം പാത്രങ്ങൾ കൊണ്ടുവന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും നാം കണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഒരു തുള്ളി ജലവും പാഴാക്കരുത്. കുടിവെള്ളത്തിന് മാത്രം ഉപയോഗിക്കുന്ന വെള്ളം കുടിവെള്ളത്തിന് ഉപയോഗിക്കുക. അതുകൊണ്ട് വാഹനങ്ങളോ പാത്രങ്ങളോ ഒന്നും കഴുകരുത്. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് അടുത്ത ദിവസം വളരെ മനോഹരമായ പാട്ടുകളൊക്കെ ആയിട്ട് സാർ എത്തും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.